ഗുഡ് മോർണിംഗ്. പിന്നെ നമ്മൾ ആലപ്പുഴ ബോട്ടിങ്ങിന് പോകാണ്ട് ചേച്ചിയുടെ ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം. പിന്നെ നമ്മൾ ഡൽഹിയിൽ നിന്ന് വാങ്ങിയ മെറ്റീരിയൽ ആണ്. അതുകൊണ്ട് അമ്മ അമ്മച്ചിയുടെ ഇഷ്ടമുള്ള ടൈപ്പ് മോഡൽ ഡ്രസ്സ് തയ്ച്ച് വെച്ച് ഞാൻ അമ്മ വീട്ടിൽ പോയി വന്നപ്പോഴേക്കും ബാക്കിയുള്ള റെഡി ആവലൊക്കെ കാറിൻ്റെ ഉള്ളിൽ ഇരുന്നാട്ടോ. രാവിലെ എണീറ്റുള്ള യാത്രയായിരുന്നല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ട്. ചേച്ചിയും ചേട്ടനും കൂടി ഫാമിലിക്ക് തരുന്ന വെഡിങ് ആനിവേഴ്സറി ട്രീറ്റ് ആയിരുന്നു കേട്ടോ. അതായത് ചേട്ടൻ്റെ മമ്മി, അതേന്ന് ചേട്ടൻ, പിന്നെ ചേട്ടൻ്റെ അനിയൻ സജിൻ ചേട്ടൻ, പിന്നെ നമ്മുടെ പപ്പ, പിന്നെ ചേട്ടൻ്റെ പപ്പ, അങ്ങനെ എല്ലാവരും കയറി സെറ്റായിട്ടോ. സാധാരണ വെഡിങ് ഡേക്ക് നമ്മൾ അങ്ങോട്ടാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്, ഇവരുടെ വക ഇങ്ങോട്ടൊരു ട്രീറ്റ് എന്നൊക്കെ. അപ്പോൾ എല്ലാവരും കൊച്ചു വർത്താനോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നല്ല ഹാപ്പി ആയിട്ട് ഒരു പീസ്ഫുൾ ഡേ ആയിരുന്നു കേട്ടോ. പിന്നെ സജിൻ ചേട്ടൻ ക്യാമറയ്ക്ക് മുമ്പിലൊക്കെ വരാൻ ഭയങ്കര ചമ്പലായിട്ട് ആളിങ്ങനെ ഞാൻ നോക്കി പൊളിച്ചും പാത്തൊക്കെ നടക്കണമായിരുന്നു കേട്ടോ. എന്നാലും ഞാൻ വിട്ടില്ല, ക്യാപ്ചർ ചെയ്ത് അങ്ങോട്ട് എടുത്തത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി ബോട്ടിൽ കയറി. അപ്പോൾ അതുകൊണ്ട് ബോട്ടിൽ കയറി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും വിശപ്പിൻ്റെ വിളി എല്ലാവർക്കും തുടങ്ങിയായിരുന്നു. അപ്പം നേരെ നമ്മൾ ഷാപ്പിലേക്കാണ് വിടുന്നത്. അവിടുത്തെ ഫുഡ് അടിപൊളിയാന്ന് പറഞ്ഞു. വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ചേട്ടൻ്റെ ഗിഫ്റ്റ് ആയിരുന്നു മുടി എന്താ നാനോപ്ലാസ്റ്റി കളറിങ്. അങ്ങനെ ചേട്ടൻ ചേച്ചി കൊടുത്ത ഗിഫ്റ്റൊക്കെ എൻജോയ് ചെയ്ത് അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു വെറൈറ്റി ഉണ്ട്. ഈ പറഞ്ഞ കരിമീൻ കൊഞ്ചും ഞണ്ടൊക്കെ സ്പോട്ടിൽ അവർ റെഡിയാക്കി തരും. ഇത് സ്പോട്ടിൽ വറുത്താണോ എന്നറിയില്ല, എന്തായാലും സംഭവം നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത്യാവശ്യം റീസണബിൾ പ്രൈസും ആയിരുന്നു. അങ്ങനെ എല്ലാം വയറിറച്ച് കഴിച്ച് തിരിച്ച് ബോട്ടിൽ കയറിയപ്പോൾ ഇങ്ങോട്ടുള്ള കാലാവസ്ഥ ആയിരുന്നില്ല അങ്ങോട്ട്. മാത്രമല്ല അന്ന് മാണിങ്ങുള്ള സമയമായിരുന്നു. പക്ഷെ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത് പോയതുകൊണ്ടാണ് ആ ദിവസം തന്നെ നമ്മൾ സെലക്ട് ചെയ്തത്. അപ്പോൾ ആദ്യം കാറ്റൊക്കെ വീശിയപ്പോൾ നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ടല്ലേ എന്നുള്ള മൂടായിരുന്നു. പിന്നെ കാറ്റിൻ്റെ ശക്തി കൂടി, മഴയുടെ തീവ്രത കൂടി, ആകപ്പാടെ കയ്യിൽ നിന്ന് പോയല്ലോ എന്ന് ഓർത്ത് ഇത്തിരി ടെൻഷൻ അടിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ആ ബോട്ട് ചേട്ടൻ ബുദ്ധിപൂർവ്വം അത് ആ സമയത്ത് ബോട്ട് കൺട്രോൾ ചെയ്യാൻ കുറച്ച് ഇതാണെന്ന് മനസ്സിലായപ്പോൾ ആൾ സൈഡിലേക്കൊന്ന് നിർത്തി വീണ്ടും കാലാവസ്ഥ പഴയതാവുന്നവരെ വെയിറ്റ് ചെയ്തു. അപ്പോൾ സംഭവം കുറച്ച് തണുപ്പും കാറ്റൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴും ഓർക്കുമ്പോൾ ഫസ്റ്റ് വരുന്നൊരു നല്ല മെമ്മറി ആ ഒരു അനുഭവം തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ പോയി പിന്നെ എറണാകുളത്തേക്ക് ഒരു രാത്രി ആയപ്പോഴേക്ക് എത്തി. സരവണ ഭവനിൽ നിന്ന് നേരെ നെയ്റോസ്റ്റൊക്കെ അടിച്ച് ചേച്ചിക്കും ചേട്ടനും എൻ്റെ ഒക്കെ കുഞ്ഞു ഗിഫ്റ്റും കൊടുത്ത് ആ ദിവസം വൈൻഡപ്പ് ചെയ്തു. അമ്മേ